എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ട്രിഗണോമെട്രിയിലെ 3ാമത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ 45 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാംഗിൾസിന്റെ സൈഡ്സിന്റെ പ്രത്യേകത ഡിസ്കസ് ചെയ്തിരുന്നു. 30 60 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാംഗിൾസിന്റെ സൈഡ്സിന്റെ പ്രത്യേകത ഡിസ്കസ് ചെയ്തിരുന്നു. ഫൈൻഡ് ദി ഏരിയാസ് ഓഫ് ദി ഫോളോവിങ് ട്രയാംഗിൾസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ട്രയാങ്കിള്, അതിന്റെ ഒരു സൈഡ് 15, ഒരു സൈഡ് 12, 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളുമാണ്. 2 സൈഡ്സ് 15ഉം 12ഉം ഇൻക്ലൂഡഡ് ആംഗിൾ 60 ആണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ല. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കുക, ഏതൊരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇപ്പൊ ബേസ് ഇതെടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ മൂന്നാമത്തെ വെർട്ടെക്സ് ചെയ്യുന്നത് ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ കണ്ടോ എച്ച് കെട്ടണം. അപ്പോൾ ഈ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് ആണ് എച്ച്. ആ എച്ച് വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇത് 60 ആണ്, ഇത് 90 ആണ്. ഇതപ്പോ 30 ഡിഗ്രി വരും. കാരണം 30 60 90 60 30 കൂടി കൂടുമ്പോഴാണ് 180 ഡിഗ്രി വരിക. അപ്പോൾ ഈ ആംഗിൾ 30 ആണ്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എക്സ് ആയാൽ 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. അതായത് 30യുടെ ഓപ്പോസിറ്റ് എക്സ്, 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. ആൻഡ് ഗിവൺ സൈഡ് ഈസ് ഹൈപ്പോട്ടന്യൂസ് ആണ്. കണ്ടോ 12 എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ നമ്മൾ എടുത്തതാണ് 30യുടെ ഓപ്പോസിറ്റ് എക്സ്, 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. ആ 2xന്റെ പ്ലേസിൽ 12 ആണ്. അപ്പൊ 2x = 12 എന്ന് വരും. അപ്പൊ x എന്ന് പറയുന്നത് 12/2. അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ ഹാഫ് ആയിരിക്കും 6. അതാണ് നമുക്ക് x എന്ന് പറയുന്നത് 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത്. നമുക്ക് x അല്ല വേണ്ട h ആണ്. h എന്ന് പറയുന്നത് എന്താണ്? √3x ആണ്. അപ്പോൾ h is equal to √3 into 6. അപ്പൊ x 6 ആകുമ്പോൾ 6√3. അപ്പൊ എന്താണ് ഹൈറ്റ് നമുക്ക് കിട്ടി. ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് 6√3. ബേസ് 15, ഹൈറ്റ് അറിയാം. ഏരിയ എങ്ങനെയാ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസിന്റെ സ്ഥാനത്ത് 6 15, അതുപോലെ തന്നെ ഹൈറ്റിന്റെ സ്ഥാനത്ത് 6√3. അപ്പൊ ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 6√3. ഈ 6ന്റെ ഹാഫ് 3 എന്ന് എടുക്കാം. അപ്പൊ 3 × 15 45√3 എന്ന് വരും. 45√3 സ്ക്വയർ യൂണിറ്റ് ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. സെന്റിമീറ്റർ ആകുന്നിരിക്കുന്നത് അത്രയും സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതും. യൂണിറ്റ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് അത്രയും സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു ട്രയാങ്കിള്, ഈ സൈഡ് 3 എന്ന് തന്നിട്ടുണ്ട്, ഈ സൈഡ് 2 എന്ന് തന്നിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് 30 ആണ്. അപ്പൊ നോക്കുക, ഇതിന്റെ ഏരിയ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഏരിയ കാണി ഇത് ബേസ് ആയിട്ട് എടുത്താൽ ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. കാരണം ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ഇതാ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പൊ എച്ച് എന്ന് പറയുന്നതാണ് ഹൈറ്റ്. എച്ച് കിട്ടണം. ബേസ് അറിയാം, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോ ഇവിടെ എച്ച് വരച്ചു കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. കണ്ടോ? അപ്പൊ അവിടെ ഇത് 30 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. കാരണം 30 + 60 90. ഇത് മാത്രം 90 ആയി. അപ്പൊ ഇത് 30 ആകുമ്പോൾ ബാലൻസ് 60 ഉള്ളൂ. അപ്പൊ ഈ ആംഗിള് 60. അപ്പൊ 30 60 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എക്സ്. അപ്പൊ എച്ചിന്റെ സ്ഥാനത്ത് എക്സ്, ഹൈപ്പോട്ടന്യൂസ് 2x. ഓക്കെ, റൈറ്റ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് 2x, 30യുടെ ഓപ്പോസിറ്റ് എക്സ്. അപ്പൊ 2xന്റെ സ്ഥാനത്ത് എത്രയാണ്? 2 ആണ്. അപ്പൊ 2x = 2. അപ്പൊ x എത്ര വരണം? 1 വരണം. അപ്പൊ ഹൈറ്റ് എത്രയാണ്? 1. അപ്പൊ ബേസ് 3, ഹൈറ്റ് 1. അപ്പൊ ഹാഫ് ബി എച്ച് ഏരിയ. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പൊ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പൊ 3/2, അതായത് 1.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ ആയ പറഞ്ഞത്? രണ്ട് സൈഡും അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പോൾ 30 60 90 ആംഗിൾസിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റും ബേസും കിട്ടിക്കഴിഞ്ഞ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ. ഈ ലെങ്ത് 3 സെന്റിമീറ്റർ എന്നും ഈ ലെങ്ത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്.
ഫൈൻഡ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇപ്പൊ ഇവിടെയും ബേസ് അറിയാം, ഹൈറ്റ് വരയ്ക്കണം. ഹൈറ്റ് വരച്ചു കഴിയുമ്പോൾ കണ്ടോ ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തു. ഇത് 60 ഡിഗ്രി ആണ്, ഇത് 90 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പോലെ 30യുടെ ഓപ്പോസിറ്റ് എക്സ്, 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പൊ നോക്കിയേ, ഇത് എക്സ് എന്ന് എടുത്താൽ, അതായത് 30യുടെ ഓപ്പോസിറ്റ് എക്സ് എന്ന് എടുത്താൽ 60യുടെ ഓപ്പോസിറ്റ് എച്ച് എന്ന് പറയുന്നത് √3x അല്ലെങ്കിൽ x√3, അതുപോലെ 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പൊ x√3 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. 2x ആണ് തന്നിരിക്കുന്നത്. 2x 2 എന്നറിയാം. അപ്പൊ x എത്ര കിട്ടും? 2x = 2 ആകുമ്പോൾ x എന്ന് പറയുന്നത് 2/2, അതായത് 1, അതായത് 2 × 1 ആണ് 2. അപ്പൊ x എന്ന് പറയുന്നത് ഇതാ കിട്ടിയത്. നമുക്ക് വേണ്ടത് h ആണ്. h എന്താണ്? x√3. അപ്പൊ x√3 എന്ന് പറയുമ്പോൾ x ന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ 1√3, അതായത് ഹൈറ്റ് ഈസ് ഈക്വൽ ടു √3. അപ്പൊ ബേസ് 3 ആണ്, ഹൈറ്റ് √3 ആണ്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ബേസിന്റെ സ്ഥാനത്ത് 3യും ഹൈറ്റിന്റെ സ്ഥാനത്ത് √3. അപ്പൊ ഹാഫ് ഇൻറ്റു 3 × √3, അതായത് 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1.5 √3 സെന്റിമീറ്റർ സ്ക്വയർ, എങ്ങനെ വേണമെങ്കിലും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണെങ്കിൽ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇതാ മറ്റൊരു ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ഈ സൈഡ് 10 തന്നിട്ടുണ്ട്, ഇത് 6 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 120 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയും രണ്ട് സൈഡും ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നോക്കിക്കേ, ഇത് ബേസ് ആയിട്ട് എടുത്താൽ ഹൈറ്റ് ഏതെടുക്കണം? അതിന്റെ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സൈഡ് ഇങ്ങനെ പ്രൊഡ്യൂസ്, അതായത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പൊക്കം. ആ പൊക്കം എന്ന് പറയുന്നത് ഇതും കൂടെ നീട്ടിയിട്ട് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. അപ്പൊ നോക്കുക, ഈ സൈഡ് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്ത് ഇവിടെയാണ് കണ്ട. അപ്പൊ ഇതാണ് എച്ച്. അപ്പൊ എച്ച് ഇത് കണ്ടുപിടിക്കണം. എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ ലെങ്ത് 10 ആണ്, ഇത് ഹൈപ്പോട്ന്യൂസ് 6 ആയിട്ട് വരും. അപ്പൊ ഇതാണ് 30, 60, 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ. ഇത് 60 കിട്ടി എങ്ങനെയാ മനസ്സിലായില്ലേ? ഇത് 120 ആകുമ്പോൾ 180 120 കുറച്ചാൽ ഇത് 60 വരും. ഈ ആംഗിൾ നമുക്ക് തന്നിരിക്കുന്നത് 120 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 - 120 60 ഡിഗ്രി. അപ്പൊ ഇത് 60 ആകുമ്പോൾ ഇത് 30 വരും. 60, 30, 60, 90. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ 30യുടെ ഓപ്പോസിറ്റ് എക്സ് ആയാൽ 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എക്സ്, 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. ഇവിടെ 2xന്റെ സ്ഥാനത്ത് എത്രയാണ്? 2x = 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2x 6 ആണ്. x എത്ര വരും? 6/2, ദാറ്റ് ഈസ് 3. അപ്പൊ x എന്ന് പറഞ്ഞ 3 ആണ്. നമുക്ക് വേണ്ടത് h ആണ്. ഈ h എന്ന് പറയുന്നത് √3x ആണ്. അപ്പൊ √3 × x എന്ന് പറയുന്നത് 3. അപ്പൊ 3√3 ആണ് ഹൈറ്റ്. അപ്പൊ ബേസ് 10, ഹൈറ്റ് 3√3. അപ്പൊ ക്ലിയർ ആയ പറഞ്ഞത്? ഇവിടെ ഈ ആംഗിൾ ആണ് തന്നിരുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരേണ്ടത്. അപ്പോ ഇത് 180 - 120 കുറച്ച് ഇത് 60 കിട്ടും. ഇത് 60 ആകുമ്പോൾ 30. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് എക്സ്, 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. 2xന്റെ സ്ഥാനത്ത് 6. അപ്പോ 3 എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ്. ഇത് √3 × 3, 3√3. അപ്പൊ ഹൈറ്റ് കിട്ടി. ഈ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഹാഫ് BH, B എന്ന് പറഞ്ഞാൽ 10 × ഹൈറ്റ് 3√3. അപ്പൊ ഹാഫ് × 10 × 3√3, അതായത് 10ന്റെ ഹാഫ് 5 ആണ്. അപ്പൊ 5 × 3√3, അതായത് 15√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ ആയ പറഞ്ഞത്? ഇവിടെ 135 ഡിഗ്രി ആണ്. ഇത് 10 സെന്റിമീറ്റർ ആണെന്നുണ്ട്, ഇത് 8 സെന്റിമീറ്റർ ആണെന്നുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 135. അപ്പൊ ഇവിടെ ഇതിന്റെ ഏരിയ ആണ് എന്ത് വേണം? ഇത് ബേസ് എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞതിന്റെ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ആ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ഇതാണ്. അപ്പോൾ ഹൈറ്റ് വരയ്ക്കണം. അപ്പോ ഇത് 135 ആവുമ്പോ ഈ ആംഗിൾ ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180. അപ്പോൾ 180 ന്ന് 135 കുറച്ചാൽ 45 ഡിഗ്രി ആണ് ഈ ആംഗിൾ. അപ്പോൾ ഇത് 8 ആണ് നമുക്കറിയാം. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്ത് ഇതാണ് ഹൈറ്റ് ആയിട്ട് വരിക. അതായത് ആ ട്രയാങ്കിളിന്റെ പൊക്കം എന്ന് പറയുന്നത് ഇതാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് അതിന്റെ പുറത്തേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എച്ച്, ഇത് 45 ഡിഗ്രി. അപ്പൊ ഇത് 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ന്യൂസ് 8 ആണെന്നറിയാം.
അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസിനെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ബൈ റൂട്ട്, അതായത് 8/√2. 8/√2 എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാം. അതായത് √2 √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് റാഷണൽ നമ്പർ ആവും. ഇപ്പൊ താഴെ മുകളിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 8√2/√2 ഇൻറ്റു √2. അപ്പൊ 8√2 √2 ഇൻറ്റു √2 എത്രയാ? 2. അപ്പൊ 8√2/2 എന്ന് കിട്ടും. 8√2/2 എന്ന് പറഞ്ഞാൽ 8/2 4 ആണ്. അപ്പൊ 4√2, അതായത് 8√2 എന്ന് പറഞ്ഞാൽ 8 × √2 എന്നാണ്. അപ്പൊ 8/2 4 × √2 എന്ന് കിട്ടും. 4√2 ആണ്. അതായത് ഹൈപ്പോട്ന്യൂസിന്റെ ഹാഫ് റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ചെറിയ സൈഡ്. അപ്പൊ എച്ച് കിട്ടി, ബേസ് കിട്ടി. ബേസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ പറയുമ്പോൾ ഇതാണ് ട്രയാങ്കിള്. അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് 10, ഹൈറ്റ് 4√2. അപ്പൊ ഏരിയ എന്താണ്? ഹാഫ് BH. അപ്പൊ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4√2 ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ 10ന്റെ ഹാഫ് 5 ആണ്. അപ്പൊ 5 × 4 20√2² യൂണിറ്റ് ആണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദി ഏരിയാസ് ഓഫ് ദി പാരലോഗ്രാം ആണ്. ഇവിടെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചത്. അപ്പൊ പാരലോഗ്രാമിന്റെ ഏരിയ ആകുമ്പോൾ എന്താ വ്യത്യാസമുള്ളത്? ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH ആണ്, പാരലോഗ്രാം ആകുമ്പോൾ BH ആണ്. അത്ര ഉള്ളൂ വ്യത്യാസം. അപ്പോ ഹാഫ് ഇല്ല. അപ്പൊ ബേസും ഹൈറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് 6 ആണെന്നറിയാം. അപ്പോൾ അതിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് എച്ചും കൂടി കിട്ടിയ 6 × h, അതാണ് ഇതിന്റെ ഏരിയ. അപ്പൊ എച്ച് വരയ്ക്കാം. അപ്പൊ എച്ച് വരയ്ക്കുമ്പോ കണ്ടോ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ 30 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 30 ആകുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? 60 വരും. അതായത് 90 30 കുറച്ച് 60. ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ 30 60 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോ അതിൽ 90യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് 4 തന്നിരിക്കുന്നത്. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് നമ്മൾ x എടുത്താൽ 90യുടെ ഓപ്പോസിറ്റ് 2x ആവും. അപ്പോ 2x, അതായത് 30യുടെ ഓപ്പോസിറ്റ് സൈഡാണ് h ഇവിടെ, അത് x എന്ന് എടുത്താൽ 90യുടെ ഓപ്പോസിറ്റ് 2x ആവും. അപ്പൊ 2xന്റെ സ്ഥാനത്ത് എത്രയാണെന്നറിയാം? 4 ആണെന്നറിയാം. അപ്പൊ 2x = 4. അപ്പൊ x എന്ത് വരും? 4/2. അതായത് 2 × 2 ആണ് 4. അപ്പൊ xന്റെ സ്ഥാനത്ത് 2 വരും. അപ്പൊ ഈ x കൊണ്ട് h ആണ്. അപ്പൊ h = 2 എന്ന് കിട്ടി. അപ്പോ ഏരിയ എന്ന് പറഞ്ഞാൽ BH. അപ്പൊ B × h, ബേസ് എത്രയാണ്? 6, h എത്രയാണ്? 2. അപ്പോ 6 × 2 12² യൂണിറ്റ് ആണ്. ഈ 12² സെന്റിമീറ്റർ തന്നിരിക്കുന്നത് 12² സെന്റിമീറ്റർ. മീറ്റർ ആണ് 12² മീറ്റർ. അപ്പൊ ഇവിടെ യൂണിറ്റ് തരാതുകൊണ്ട് അത്രയും സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ 12² യൂണിറ്റ് ആണ് ഈ പാരലോഗ്രാമിന്റെ ഏരിയ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. വ്യത്യാസം എന്തുള്ളൂ? ഫോർമുലയിലുള്ള ഒരു വ്യത്യാസം. ഇവിടെ ഹാഫ് BH ആണ്, ഇവിടെ BH ആണ്. അത്ര ഉള്ള വ്യത്യാസം. ക്ലിയർ ആയ പറഞ്ഞത്? മറ്റൊരു ചോദ്യം നോക്കാം. മറ്റൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ വൺ സൈഡ് 6 എന്നും അടുത്ത സൈഡ് 4 എന്നും അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 60 എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ എങ്ങനെയാണ്? ബേസ് എടുത്താൽ ഹൈറ്റ് ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പൊ അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്ത് കണ്ടോ. അപ്പൊ ഇത് 60 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയായിരിക്കും? 30. അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് x ആയാൽ 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പൊ അവിടെ ഏതാ തന്നിരിക്കുന്നത്? 2xന്റെ സ്ഥാനത്ത് 4 ആണെന്നറിയാം. അപ്പൊ 2x = 4 എന്ന് എടുക്കുക. അപ്പൊ x = 4/2 2 തന്നെ. അപ്പൊ x എന്ന് പറയുന്നത് 2 ആണ്. പക്ഷെ ഇവിടെ h ആണ് വേണ്ടത്. h എന്ന് പറഞ്ഞാൽ ഏതാ? √3x ആണ്. അപ്പൊ h = √3x. അപ്പൊ √3 × 2, അതായത് 2√3x നമ്മൾ 2 എന്ന് കിട്ടി. അപ്പൊ 2√3 ആണ് ഹൈറ്റ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ പാരലോഗ്രാം ആകുമ്പോൾ BH, അത്ര ഉള്ളു ഫോർമുലയിലെ വ്യത്യാസം. അപ്പോ ഏരിയ = ബേസ് 6 ആണ്, ഹൈറ്റ് 2√3 ആണ്. അപ്പൊ 6 × 2√3, അതായത് 12√3 cm² ആണ് ഈ പാരലോഗ്രാമിന്റെ ഏരിയ. അപ്പോ 30 60 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചും 45 45 90 ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചും നമ്മൾ ഏത് ട്രയാങ്കിളിന്റെ ഏരിയയും പാരലോഗ്രാമിന്റെ ഏരിയയും കണ്ടുപിടിച്ചു. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.